എല്ലാവർക്കും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇത് 10ാമത്തെ ദിവസമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ആണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് ഇന്നത്തെ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കണം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാൽ ഒരു നിയമം വഴി സ്ഥാപിതമായ ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 350B ആണ്. അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു നിയമം വഴി സ്ഥാപിതമാകുന്ന ആ സ്ഥാപനം എന്താണ്, സ്റ്റാറ്റ്യൂട്ടറിയാണ്. ആർട്ടിക്കിൾസിൻ്റെ പ്രൊവിഷൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് പറയുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രതിപാദിച്ച സ്ഥാപനങ്ങളെ എന്താണ് പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള വിവരം വെച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചെയ്യാണ്. ആദ്യത്തേത് NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. 1988 ഇത് സ്ഥാപിതമായത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1988 സ്ഥാപിതമായത്. ഒന്നാമത്തേത്. 2 നബാർഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകളും അതുപോലെ തന്നെ റീജിയണൽ ക്രെഡിറ്റൊക്കെ, അതായത് റൂറൽ ക്രെഡിറ്റൊക്കെ ഡീൽ ചെയ്യുന്ന നബാർഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമീണ ബാങ്കുകളുടെ റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന നബാർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? രണ്ടാമത്തെ ചോദ്യമാണ്. 3 ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫിനാൻസ് കമ്മീഷൻ, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ആലോചിച്ച് നോക്കി. 4 സിഡ്ബി സ്ഥാപിതമായത് 1990. സിഡ്ബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സിഡ്ബി പല ചെറുകിട വ്യവസായങ്ങൾക്കും ക്രെഡിറ്റ് കൊടുക്കുന്ന, ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ സിഡ്ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1990 സ്ഥാപിതമായത് ആണോ? 5 സെബി നിലവിൽ വന്നത് 1992. സെബി ആക്ട് വഴിയാണെന്ന് പറഞ്ഞത്. സെബി നിലവിൽ വന്നത് 1992 സെബി ആക്ട് വഴിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സെബി ആക്ട് 1992 സെബി നിലവിൽ വന്നത്? അത് തീർന്നിട്ടില്ല. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയുന്നുണ്ട്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ആലോചിച്ച് നോക്കി. 6 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആണോ? ആണെങ്കിൽ ഏതാ നിയമം എന്നുള്ളത് പറയണം. GST കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് 7ാമത്തെ ചോദ്യം പറയുന്നത്. 8 RBI രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. RBI ആക്ട് 1934. RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. RBI ആക്ട് 1934 പറയുന്നു. 8ാമത്തേത്. 9 സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് 2020 സിവിൽ സർവീസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി. 10 FSSI ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. FSSI നമുക്കറിയാം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കാറുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിയമം വഴിയാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി, അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അത് ശരിയാണ്. കാരണം NHB ആക്ട് 1988 NHB സ്ഥാപിതമായത്. ആക്ട് 1987. NHB ആക്ട് 1987. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നബാർഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം നബാർഡ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് വഴിയാണ് സ്ഥാപിതമായത്. നബാർഡ് ആക്ട് 1981. നബാർഡ് സ്ഥാപിതമായത് 1982. 82 നബാർഡ്. പക്ഷേ നിയമം എന്ന് പറയുന്നത് 1981 നബാർഡ് ആക്റ്റാണ്. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഇപ്പോൾ മുകളിൽ കണ്ടില്ലേ എന്തൊക്കെ വേണം?
ഒരു ബോഡി നമ്മൾ പറയണം നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയാണ്. വർഷം ഏതാണ് 1988 സ്ഥാപിതമായെന്ന് പറയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവാനുള്ള കാരണം എന്താണ്? ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായത് ഏത് നിയമം വഴിയാണ്? 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് വഴിയല്ലേ. അപ്പോൾ ഒരു ആക്ട് വഴി സ്ഥാപിതമായതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതതുകൊണ്ട് തന്നെ നബാർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആണോ? അല്ല. കാരണം ആർട്ടിക്കിൾ 250 ഫിനാൻസ് കമ്മീഷൻ. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 ആണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം ഭരണഘടനയിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു ബോഡിയാണിത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റാറ്റ്യൂട്ടറി അല്ല, മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണലാണ്. സിഡ്ബി സ്ഥാപിതമായത് 1990 സിഡ്ബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സിഡ്ബി 1990 ആണ്, ശരിയാണ്. പക്ഷേ 1989 സിഡ്ബി ആക്ട് വഴിയാണ്. സിഡ്ബി ആക്ട് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് വെച്ചിട്ടല്ല. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ശരിയാണെങ്കിലും രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സിഡ്ബി 1990 ആണ് സ്ഥാപിതമായത്. 1989 സിഡ്ബി ആക്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നാണ് പറഞ്ഞത്. അഞ്ചാമത്തെ സെബി നിലവിൽ വന്ന 1992 92 സെബി ആക്ട് വഴിയാണെന്നാണ്. സെബി 1988 നിലവിൽ വന്നത്. ആ സമയത്ത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1992 നിന്നാണ്, ആ ആക്ടിൽ നിന്നാണ് സെബീൻ്റെ പവേഴ്സ് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ വന്നപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 92 4 വർഷം കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരു ഒറ്റയ്ക്കൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ചോദ്യമായിരുന്നെങ്കിൽ ശരിയായിരുന്നു. അല്ലാതെ മറ്റേ ചോദ്യത്തിൻ്റെ കൂടെ തെറ്റാണ്. ആറാമത്തെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയാണ്. NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അതെ. ഏതാ നിയമം? ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏതാ നിയമം അറിയാമോ? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന നിയമത്തിൽ നിന്നാണ് NTCA പവേഴ്സ് ഡെറൈവ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്ഥാപിതമായത് ഏത് നിയമം വഴിയാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. GST കൗൺസിൽ, ഏഴാമത്തെ ചോദ്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് GST കൗൺസിൽ. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്പെല്ലിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റുണ്ടാവും, അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവും. GST കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം അതിൻ്റെ തൊട്ട് താഴെ തന്നെ പറഞ്ഞിരിക്കുന്നത് 279A എന്ന് പറഞ്ഞ ഭരണഘടനയിലെ വ്യവസ്ഥ ആണ് ഈ GST കൗൺസിലിന് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും എന്താണത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 8 RBI രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടണിയൻ കമ്മീഷനാണ്. RBI ആക്ട് 1934. RBI രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടണിയൻ കമ്മീഷനാണ്, ശരിയാണ്. RBI ആക്ട് 1934 ശരിയാണ്. രണ്ടും ശരിയാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നാണ് 9ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ശരിയാണ്. ഏതാ ആക്ട്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് കേട്ടിട്ടില്ലേ? 1986. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി സ്ഥാപിതമാവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നാണ് ആ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. 10 FSSI ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSI ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളാണോ FSSI പറഞ്ഞിരിക്കുന്നത്? അല്ല. FSSI ആക്ട് വഴിയാണ് നിയമിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? 10 ഒരു സ്റ്റാറ്റ്യൂട്ടറി, അതായത് FSSI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത്രയുമാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് 4 കട്ട് ഓഫ് വെക്കാം. 4. കാരണം എല്ലാം ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കട്ട് ഓഫ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇത് രണ്ടിൻ്റെയും ബേസിക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ബേസിക് കാര്യം? സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നതാണെങ്കിൽ എന്ത് വേണം?
ഒരു നിയമം വഴി സ്ഥാപിതമായിരിക്കണം, ഒരു ആക്ട് ഉണ്ടാവണം, എന്നാലാണ് അതിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ്, ആർട്ടിക്കിള്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിള് ഇപ്പോൾ 279A GST കൗൺസിൽ, 280 ഫിനാൻസ് കമ്മീഷൻ, 350B എന്ന് പറയുന്നത് ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഇങ്ങനെയുള്ള അപ്പോൾ UPSC എന്താണ്, UPSCക്ക് ആർട്ടിക്കിളില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിളില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ ഭരണഘടനയായി ബന്ധപ്പെട്ട ഭരണഘടന സ്ഥാപിതമായ അല്ലെങ്കിൽ അതിൽ പ്രൊവിഷൻസ് ഉള്ള കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഇത് എന്താ പറയുക കോൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരു ഇതുപോലെ ഹോംവർക്ക് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിതി ആയോഗ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 4 ഇന്നത്തെ കട്ട് ഓഫ്. എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.